നമസ്കാരം. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം, അല്ലെങ്കിൽ സംഭവിച്ചത് എന്താണ് എന്ന് പറയാനുള്ള കാരണം, ഒന്നാമത്തെ കേസ് വോട്ടിംഗ് അവസാനിച്ചതിന് ശേഷം എന്റെ ഇൻബോക്സിൽ നിറഞ്ഞു കിടക്കുന്ന മെസ്സേജ് ഉണ്ട്. നിങ്ങളുടെ കൺസേൺ എനിക്ക് മനസ്സിലാവും, നിങ്ങളുടെ വേവലാതി എനിക്ക് മനസ്സിലാവും. എന്തെങ്കിലും അറിഞ്ഞോ എന്നുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ, അതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ പറയുന്ന ഇപ്പൊ വരുന്ന പോസ്റ്റുകൾ, അതായത് അനുമോള് ജയിച്ചു എന്ന് പറഞ്ഞുള്ള ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്, അനീഷ് ജയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്, അനുമോള് ഫസ്റ്റ്, അനീഷ് സെക്കൻഡ്, അക്ബർ തേർഡ് എന്ന് പറയുന്നുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇനി ഒരുപാട് പോസ്റ്റുകൾ ഇതുപോലെയൊക്കെ വരും. പലരും ജയിച്ചതായിട്ട് ഒക്കെ വരും. പക്ഷെ നിങ്ങളുടെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇതുവരെ ആരാണ് ജയിച്ചതെന്ന് ഒരൊറ്റ ഈച്ചയ്ക്ക് പോലും അറിയത്തില്ല. ഈച്ചയ്ക്ക് പോലും വെളിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് അവർ വെച്ച്, എനിക്കൊന്നിന് ഈ പറയുന്ന ഇന്നലെ ആയിരുന്നല്ലോ ഫിനാലെ, അതായത് ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അതിന് തലേ ദിവസം വരെ പലർക്കും പല രീതിയിലൊക്കെ അത് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ആരാണ് ഈ പറയുന്ന ലീഡ് എന്നുള്ളതൊക്കെ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ലാസ്റ്റ് ദിവസമായപ്പോൾ അതൊരു ഈച്ചയ്ക്ക് പോലും ലീക്ക് ആവാതെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ആ ഒരു സാധനം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ വരുന്ന ഈ പറയുന്ന വാർത്തകൾ, ആര് ജയിച്ചു എന്ന് പറയുന്ന വാർത്തകളായാലും നമുക്ക് ആരും വിശ്വസിക്കാൻ പോകണ്ട എന്നുള്ളതാണ്. ഇനി ആര് ജയിച്ചു കാണും എന്നുള്ളതാണ്. ഇനി എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 101% അനുമോളെ ജയിക്കത്തുള്ളൂ എന്നേ എനിക്ക് പറയുള്ളൂ. എന്നൊക്കെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയില്ല, അവര് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. ഇനി ആര് ജയിക്കുമെന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 101% അനുമോളെ ജയിക്കുള്ളൂ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഞാനൊരു 6 കൊല്ലമായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ആ പ്രേക്ഷകരുടെ പൾസ് എനിക്ക് മനസ്സിലാവും. അപ്പം ആ അവസാന ഘട്ടങ്ങളിൽ ഈ പറയുന്ന അനുമോൾക്ക് ഉണ്ടായ ഒരു ഹ്യൂജ് സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നേ ഇല്ല. സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അനുമോൾ ഒരു തരത്തിലെങ്കിലും 1% അനുമോൾ തോറ്റുപോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മനസ്സിലായോ? എനിക്ക് അങ്ങനെ യൂട്യൂബ് പോളുകളിൽ 70%, യൂട്യൂബ് പോളുകളിൽ അല്ല, മറ്റേ ഈ പറയുന്ന അൺഒഫീഷ്യൽ പോളല്ല ഞാൻ പറയുന്നത്, യൂട്യൂബ് പോളുകളിൽ 70% ലീഡുള്ള ഒരു വ്യക്തി എങ്ങനെ തോക്കും? എനിക്കത് അറിഞ്ഞുകൂടാ. ഈ പറയുന്ന 6 വർഷം കൊണ്ട് നമ്മൾ പോളുകൾ ഇടുന്നുണ്ട്. ആ പോളുകളൊന്നും തെറ്റാറില്ല എന്നുള്ളതും. പിന്നെ ഈ തൊപ്പിയുടെ ഒരു വരവ്, തൊപ്പിയുടെ ചോദിക്കാൻ, തൊപ്പി നിനക്ക് അത്രയ്ക്ക് ചങ്കുറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, നീ അത്രയ്ക്ക് ഒറ്റ തന്തയ്ക്ക് പിറന്നവനായിരുന്നെങ്കിൽ നീ ചെയ്യാനുള്ള എന്തെന്നറിയാമോ? നിന്റെ ഈ വീരവാദം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഞാൻ വിചാരിച്ച ഒരാൾ ജയിപ്പിക്കും എന്നൊരു കോൺഫിഡൻസ് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പൊന്നു മോനെ നീ ചെയ്യാനുള്ളത് അക്ബറിന് വേണ്ടി വോട്ട് പിടിക്കണമായിരുന്നു. അക്ബറിനെ നീ ജയിപ്പിച്ച് കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ നെവിനെ നീ ജയിപ്പിച്ച് കാണിക്കണമായിരുന്നു. അവിടെയാണ് ചങ്കുറപ്പ് വേണ്ടത്, അവിടെയാണ് ആ കോൺഫിഡൻസ് വേണ്ടത്. അല്ലാതെ അനീഷ് അല്ലെങ്കിൽ ഈ പറയുന്ന അനുമോള് അങ്ങനെ ആരെങ്കിലും ഒരാൾ ജയിക്കും എന്ന് പറഞ്ഞ അവസാനം വന്നിട്ട് ഞാൻ ഇന്നയാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ജയിച്ചു കഴിയുമ്പോൾ ആ ഒരു ക്രെഡിറ്റ് മൊത്തം സ്വന്തം മേലിൽ എടുക്കാൻ നാണമുണ്ടോ നിനക്ക്? കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും അറിയായിരുന്നു ആര് ജിൻഡയെ ജയിക്കുള്ളായിരുന്നു. അവിടെ വന്ന അവസാനം വന്ന് ഞാൻ ജിൻഡയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് എന്ത് ഹീറോയിസമാണ് എന്റെ പൊന്ന് തൊപ്പി ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു മനസ്സിലായോ? തൊപ്പിക്ക് കാര്യം മനസ്സിലായി ഞാൻ മനസ്സിലാക്കുന്നു. അതായത് തൊപ്പിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ്. കുറെ ചെറുക്കന്മാർ വന്ന് എനിക്കങ്ങ് ഞാൻ പറഞ്ഞോണ്ട് അങ്ങ് അണ്ണാക്കിലേക്ക് വോട്ടിട്ട് തിരികുമെന്ന് നിനക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നീ അക്ബറിനെ ജയിപ്പിച്ച് കാണിക്കണമായിരുന്നു. പറ്റോ? നീ അക്ബറിനെ ജയിപ്പിച്ച് കാണിക്കണമായിരുന്നു. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണമായിരുന്നു? ഈ പറയുന്ന പിന്നെ നെവിനെയോ അങ്ങനെ ആരെങ്കിലും ജയിപ്പിച്ച് കാണിക്കല്ല. ലാസ്റ്റ് സമയം വന്ന് ആരാണ് ഇങ്ങനെ ജയിക്കുമെന്ന് തോന്നിയിട്ട് ഈ പറയുന്ന കൊണ്ടിട്ട് അനീഷ് സപ്പോർട്ട്, എന്റെ പൊന്ന് ഈ പറയുന്ന തൊപ്പി വെക്കാൻ വേണ്ടി പറയും. തൊപ്പി വിചാരിക്കും തൊപ്പിയുടെ ഈ പറയുന്ന അല്ലെങ്കിൽ ലൈവിൽ വരുന്നവരെല്ലാം താങ്കൾ പറയുന്നത് മുഴുവൻ കേൾക്കും എന്ന് വിചാരിക്കരുത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവം. അതായത് തൊപ്പി ചിലപ്പം ഈ പറയുന്ന പിന്നെ ലൈവ് കാണത്തില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് സാധനം ഒന്നും കണ്ടിട്ടില്ലായിരിക്കും. അത് പോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോ നിങ്ങളുടെ അനുയായികൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറെ അവർക്കൊക്കെ അതിന് മുമ്പേ ഫാൻസുകളായി തൊപ്പി. അവർക്കൊന്നും ചിലപ്പോൾ അനീഷിനെ ആയിരിക്കും മുമ്പേ ഇഷ്ടം, ചിലപ്പോൾ അക്ബറിനെ ആയിരിക്കും, ഈ പറഞ്ഞ ചിലപ്പോൾ അനുമോളെ ആയിരിക്കും, ചിലപ്പോൾ നെവിനെ. അവർക്ക് ഓൾറെഡി ഫാൻസ് ഉണ്ട്. ഇനി അവരുടെ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ പോലും അവർ മാറത്തില്ല. ഇനി മാറും കുറച്ചു പേര്, 1000-2000 പേര് ഇത് മറ്റേ എലിയും മാങ്ങ അറിഞ്ഞൂടാത്ത കുറെ എണ്ണം വന്ന് കുത്തുമാറി കൂടിപ്പോയി ഒരു 3000, 4000 അല്ലെങ്കിൽ 5000 ഇത് കൊണ്ട് നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇത്രയേ പറ്റത്തുള്ളൂ തൊപ്പി. ഇനി ഇത് കഴിയുമ്പോ ഞാൻ എഴുതി തരാം. ഈ ഒരു റിസൾട്ട് വരുമ്പോൾ ഏറിപ്പോകാൻ പോകുന്നത് മറ്റാരുമല്ല, താങ്കളാണ്. താങ്കൾ ഒരു 2-3 മാസം ഫുൾ എയറിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഞാനിങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് ഇത് എന്റെ കോൺഫിഡൻസ് ആണ്. കാരണം ഞാൻ
ഒരു 6 കൊല്ലം കൊണ്ട് റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് എന്റെ കോൺഫിഡൻസ് ആണ് ഈ ഒരു പിന്നെ ഇതിൽ അനുമോളെ ജയിക്കത്തുള്ളൂ എന്നുള്ളത്. ഇനി അവസാന നിമിഷത്തിൽ ഇത്രയും വലിയൊരു അട്ടിമറി നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ അറിയാതെ റിസൾട്ട് എന്താണെന്ന് ഉറപ്പിച്ചറിയാൻ നമുക്കൊന്നും പറയാൻ പറ്റും. എനിക്കിപ്പോ ഇത്രയും പറയാൻ പറ്റും, 99.9% അനുമോളെ ജയിക്കുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ലാസ്റ്റ് നിമിഷം ഇനി ഏഷ്യാനെറ്റ് വലിയ അട്ടിമറി നടത്തിയോ ഇതിനടുത്ത് യുവമാര് കോടികളോ വല്ല വസ്തുക്കളോ എന്തെങ്കിലും കൊണ്ട് വിറ്റ് ആരെങ്കിലും പൈസ വാങ്ങിച്ച് അന്യ സംസ്ഥാനത്ത് പോയി കുറെ പണം കൊടുത്ത് കൊണ്ടിട്ടോ അതൊന്നും നമുക്ക് അറിയത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ യൂട്യൂബ് പോളുകളൊക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഈ പറയുന്ന അനുമോള് തോക്കാനുള്ള ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ഞാൻ ഇന്നലെയോ മെനിഞ്ഞാനോ ഒക്കെ പറഞ്ഞത് ഒരിക്കൽ നിങ്ങളെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും അല്ല. അത് എന്റെ സ്വയം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ആരാണ് ജയിക്കാൻ പോകുന്നത്. അവസാനം ഒരാഴ്ച എങ്ങോട്ടാണ് ഈ ട്രെൻഡിങ് പോയത്, പ്രേക്ഷകരുടെ പൾസ് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ സീസൺ 4 നമുക്ക് അങ്ങനെ ഒരു സാധനം. ആ സീസൺ 4 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈകാരികമായിട്ട് ജനങ്ങളിലേക്ക് എടുത്ത ഒരു സാധനമാണ് അനുമോൾ അല്ലെ. അനുമോൾ എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്ടം എനിക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എന്റെ ഇൻബോക്സിൽ ഇപ്പോഴും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് കിടപ്പുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ. അന്ന് ഇതിനെപ്പറ്റി ഇനി ചോദിക്കരുത്. ഇനി അതുപോലെ ഇന്നലെ 12 മണിക്ക് ശേഷം ഒരുപാട് പേര് ഇങ്ങനെ വീണ്ടും നമ്പർ ഒന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. വോട്ട് ക്ലോസ് ആയി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങൾക്ക് ആർക്കും റിപ്ലൈ തരാത്തത്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് എന്ത് ചെയ്യുക, വീണ്ടും ചോദിക്കരുത്, ഇനിയും ഒരു ഉറപ്പുതാ എന്ന് പറഞ്ഞ് ചോദിക്കരുത്. കാരണം ഒരു മനുഷ്യർക്ക് ഇത് അറിയത്തില്ല, ഒരു ഈച്ചയ്ക്ക് പോലും ഇത് അറിയത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഇത്രയും നേരൊക്കെ പല രീതിയിലൊക്കെ ലീക്കായിട്ടുണ്ടാവും. പക്ഷെ അവസാന ദിവസം ഇനിയിപ്പോ എന്ത് ചെയ്യണം, ഇതിപ്പോ ലീക്കായി കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ലീക്കായി എന്താണ് അവർക്ക് ഈ പറയുന്ന ലാസ്റ്റ് പോകുന്ന അവരുടെ ഫിനാലെ ഷൂട്ടിംഗ് അല്ലെങ്കിൽ അവർക്ക് വരുന്ന TRP അത് വളരെ കൃത്യമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു ഈച്ച പോലും പുറത്ത് വിടാത്ത രീതിയിൽ അവർ വളരെ കോൺഫിഡൻഷ്യൽ, എത്രയും കോടികൾ കൊടുത്ത് മുടക്കി ചെയ്യുന്നവരല്ലേ. അതുകൊണ്ട് ചിലപ്പം തലേ ദിവസം, അതായത് ഈ ഫിനാലെ ഡേയുടെ തലേ ദിവസം വരെ പല രീതിയിലൊക്കെ ലീക്ക് ആവുമായിരിക്കും. അതിൽ വലിയ കാര്യമില്ല. അവസാന ദിവസം ആർക്ക് എത്ര വോട്ട് വീണു എന്നുള്ളതാണല്ലോ ടെൻഷൻ. എനിക്ക് തലേ ദിവസം വരെ നല്ല ലീഡ് ഈ പറയുന്ന അനുമോൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അനുമോൾ തന്നെ ആയിരിക്കും ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങനെ അട്ടിമറിക്കാനുള്ള ഒരു ദൈവവും ഇവിടെ പിറന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അനുമോൾ എന്തായാലും ഒരു 101% എന്റെ ഉറപ്പ് പറഞ്ഞ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ട് 101% അവള് തന്നെ ജയിക്കും. അല്ലാതെ നടക്കത്തില്ലടേ. എന്തോന്നു വെള്ളരിക്കപ്പെട്ടുന്നോ ഒരു ദിവസം കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും ആളുകൾ വന്നിരുന്ന് അവർക്ക് ലോട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജയിപ്പിക്കാൻ ഇത് അങ്ങനെയൊന്നും അല്ല. ഇതിന്റെ വികാരം ഇതിനെ പ്രേക്ഷകർ നെഞ്ചിലോട്ട് എടുത്തത് മറ്റൊരു രീതിയിലാണ്. അത് പലർക്കും മനസ്സിലായിട്ട്, പലർക്കും ഇതിനെക്കുറിച്ചുള്ള വിവരമില്ലാത്തത് കൊണ്ട് ഈ പറയുന്ന എന്താ പറയുന്നത്, നമ്മളെന്തോ മറ്റവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് എന്ന് കരുതി അല്പത്തരമാണ്. ഇതിനൊക്കെ ഞാൻ അല്പത്തരം എന്ന് പറയും. ഈ അല്പത്തരം എന്ന് കാണിക്കുന്നതിന് ഈ അല്പത്തരത്തിനൊക്കെയുള്ള മറുപടി കിട്ടാൻ പോകുന്നുണ്ട്. ഇനി ഈ ഒരു റിസൾട്ട് വരുമ്പോൾ ഏറിപ്പോകുന്നത് ഈ പറയുന്ന തൊപ്പിയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ടെൻഷനൊന്നും അടിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഫലം ഈ വരുന്ന വൈകിട്ടുള്ള നമ്മുടെ റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.